ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് ഈ ഒരു ബോട്ടിൽ കണ്ടില്ലേ, ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്. മാർക്കറ്റിലൊക്കെ ഏകദേശം 8 രൂപ വില വരുന്നതിൽ എഴുതിയിട്ടുണ്ട്. 8 രൂപ വില വരുന്ന ഒരു കുഞ്ഞൻ ബോട്ടിലാണ്. ഈ ഒരു കുഞ്ഞൻ ബോട്ടിൽ വെച്ച് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഉപയോഗം ഇല്ലാത്തൊരു ബോട്ടിലായിരുന്നു. ഇത് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കളയാമെന്ന് വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ നമ്മൾ കളയാൻ നോക്കിയാൽ ഇത് പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് അത് ദോഷമാണ്. സോ അങ്ങനെ വലിച്ചെറിയാതെ ഈ ഒരു കുഞ്ഞൻ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നമ്മൾക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആക്കി എങ്ങനെ മാറ്റിയെടുത്ത് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ട് ഒരു കുഞ്ഞൻ ചിലന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് വേണ്ടുന്ന ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ്. 24 സെന്റിമീറ്റർ നീളത്തിലുള്ള കനം കുറഞ്ഞ കമ്പി, ഫെവിക്കോൾ, ഫ്ലെക്സ് ക്യൂബ്, പഞ്ഞി, ഒരു മീഡിയം സൈസ് തെർമോകോൾ ബോൾ, ചെറിയ സൈസ് തെർമോകോൾ ബോൾസ്, വാട്ടർ കളർ, മാസ്കിംഗ് ടേപ്പ്, LED ലൈറ്റ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞൻ ചിലന്തിയെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണി തുടങ്ങിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ബോട്ടിൽ എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. ഇതിൽ എഴുതിയിട്ടുണ്ട് 8 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ സ്റ്റിക്കർ നമുക്ക് ഇളക്കിക്കളയാം. ഇനി നമുക്ക് ഈ ക്യാപ്പിന് മുകളിലോട്ട് നമുക്ക് പഞ്ഞി വെച്ചൊട്ടിക്കണം. അതായിട്ട് പഞ്ഞി എടുക്കാം. ഫെവിക്കോളാണ് പഞ്ഞി ഒട്ടിക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഈ അടപ്പിന് മുകളിലായിട്ട് നമുക്കിതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, മൊത്തം ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ ക്യാപ്പിന് പുറം ഭാഗത്തായിട്ട് ഇതുപോലെ മുഴുവനായിട്ടും പഞ്ഞി ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ ബാക്ക് പോർഷനാണ്. അതായത് കൈകാലുകളൊക്കെ വരുന്ന ആ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഈ ചെയ്തെടുക്കുന്നത്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. ഞാനിവിടെ വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ചെയ്യാൻ പോകുന്നത് കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിന് ഞാൻ ബ്ലാക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിലൊക്കെ നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബാക്ക് പോർഷൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ചിലന്തിക്കുട്ടൻ്റെ തലയാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തെർമോകോളിൻ്റെ ബോളാണ്. ഈ ബോളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പെയിൻ്റ് അടിച്ചെടുക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ തലയായിട്ട് വരുന്നത്. ഇതിലേക്ക് നമ്മൾ കണ്ണ് വെച്ച് കൊടുക്കണം. കണ്ണിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തെർമോകോളിൻ്റെ ചെറിയ ബോളാണ്. ഒരു കണ്ണ് ഒട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു കണ്ണുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ചിലന്തിക്കുട്ടൻ്റെ 2 കണ്ണുകളും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലും മൈനോട്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുഞ്ഞൻ ചിലന്തിക്കുട്ടൻ്റെ തലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉണക്കാൻ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ കൈകാലുകളുടെ വർക്കാണ്. അതിനുവേണ്ടി ഞാൻ 4 കട്ടി കുറഞ്ഞ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റേഷനറി കടകളിൽ പോയാൽ പൂവൊക്കെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി പൂവൊക്കെ ഉണ്ടാക്കുന്ന കമ്പി ചോദിച്ചാൽ കിട്ടുന്നതാണ്. ആ ഒരു കമ്പിയാണിത്. വളരെ കട്ടി കുറഞ്ഞൊരു കമ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വളച്ചെടുക്കാൻ പറ്റുന്ന കമ്പിയാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചിലന്തിക്കുട്ടനെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കമ്പി ഇങ്ങനെയും ഒരു കമ്പി ക്രോസ് ആയിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഉണങ്ങുന്നതാണ്. ഇതേ കണ്ടില്ലേ,
ഇതുപോലെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബാക്കി 2 കമ്പി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ഈ 2 കമ്പികൾ നമുക്ക് ഇതുപോലെ പാരലായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ഞി എടുക്കാം. ഈ പഞ്ഞി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ഞി കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് പുറത്തുകൂടെ കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഓരോ ജോയിനും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാസ്കിംഗ് ടേപ്പ് എടുക്കാം. നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത ഇത്രയും ജോയിൻസ് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലുകൾ ഓരോന്നായിട്ട് നമുക്ക് വളച്ച് ചിലന്തിയുടെ കാലിൻ്റെ രീതിയിൽ ആക്കി കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം മുകളിലോട്ട് വളച്ചു. അതിനുശേഷം ഇതിൻ്റെ ഒരു കാൽ ഭാഗം അവിടെ ഒരു ബെൻഡിങ് കൊടുക്കുകയാണ്. താഴ്ത്ത് വളച്ചു. അതിനുശേഷം എൻഡിൽ ചെറിയൊരു ബെൻഡിങ് കൂടെ. ഇതുപോലെ ഓരോന്നും നമുക്ക് വളച്ചെടുക്കാം. ഇതാണ് നമ്മുടെ 8 കാലിയുടെ നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ കാലുകൾ. അടുത്തതായിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ തല നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ആദ്യം നമുക്ക് കുറച്ച് പഞ്ഞിയുടെ പീസ് എടുക്കാം. അതിൻ്റെ ബോളാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പഞ്ഞി ഇവിടെ തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഗമ്മ് തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ തല ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ തല ബോഡിയിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ ഉള്ളിലേക്ക് LED ലൈറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു LED ലൈറ്റ് എന്ന് പറയുന്നത് 40 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിലെ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു LED സ്ട്രിപ്സ് ആണ്. വെറും 40 രൂപ മാത്രം വില വരുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ചിലന്തിക്കുട്ടൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഉള്ളിൽ ഇതുപോലെ ഇരുന്നോളും. സ്വിച്ച് മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കും. ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കുഞ്ഞൻ ചിലന്തിക്കുട്ടൻ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ടേബിളിലൊക്കെ വെക്കാനായിട്ട് പറ്റും. ടേബിളിലും ഷെൽഫിലും ഒക്കെ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി നമുക്ക് വെക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സ്വിച്ച് ഇടുകയാണ്. അതിനുശേഷം ഇതുപോലെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ആളുടെ കണ്ണ് കാണുമ്പോൾ ഒരു കിറുങ്ങിയ അവസ്ഥയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചിലന്തിക്കുട്ടന്മാർ 2 പേര് എൻ്റെ തലയിലും എൻ്റെ നെഞ്ചത്തുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവന്മാർ അല്പം പെശകാണ്, നോട്ടം കണ്ടില്ലേ, തുറിച്ച് നോക്കുവാണ്. ഓക്കെ, വീട്ടിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ക്രാഫ്റ്റാണ്. നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീട്ടിലിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനും നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ്